മക്കയിൽ നബി ജീവിച്ചിരുന്ന കാലം. അവിടെ പ്രവാചകനെ വെറുത്തിരുന്ന ഒരു വൃദ്ധ താമസിച്ചിരുന്നു. മുഹമ്മദ് നബി തന്റെ മതം പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാതിരുന്ന അവർ എന്നും നബി പോകുന്ന വഴിയിൽ മുള്ളുകളും മാലിന്യങ്ങളും കൊണ്ടിടുമായിരുന്നു. ഒരു ദിവസവുമല്ല, ദിവസേന അവർ ഇത് ആവർത്തിച്ചു. എന്നാൽ നബി ഒരിക്കൽ പോലും അവരോട് ദേഷ്യപ്പെടുകയോ പരാതി പറയുകയോ ചെയ്തില്ല. പകരം വളരെ ശാന്തനായി ആ മുള്ളുകൾ മാറ്റി അദ്ദേഹം നടന്നുപോയി. മാറ്റം വന്ന ദിവസം. പെട്ടെന്നൊരു ദിവസം നബി ആ വഴി പോകുമ്പോൾ അവിടെ മുള്ളുകളോ മാലിന്യമോ കണ്ടില്ല. അടുത്ത ദിവസവും ഇത് തുടർന്നപ്പോൾ നബിക്ക് ആശങ്കയായി. ആ വൃദ്ധയ്ക്ക് എന്തുപറ്റിയെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അവർക്ക് സുഖമില്ലാതെ കിടപ്പിലാണെന്ന് അറിഞ്ഞ നബി നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്നു. പ്രവാചകന്റെ കാരുണ്യം. തനിക്ക് എന്നും ദ്രോഹം ചെയ്തിരുന്ന വൃദ്ധയുടെ അരികിൽ ചെന്ന് നബി അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അവർക്ക് വേണ്ട മരുന്നും ഭക്ഷണവും നൽകി അവരെ പരിചരിച്ചു. താൻ എന്നും ഉപദ്രവിച്ചിട്ടും തന്നോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന നബിയെ കണ്ടപ്പോൾ ആ വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ അവർ നബിയോട് മാപ്പ് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അനുയായിയായി മാറുകയും ചെയ്തു. ഈ കഥ നൽകുന്ന പാഠം: നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും ക്ഷമയോടെയും കരുണയോടെയും പെരുമാറണം എന്നതാണ് ഈ കഥയുടെ